ഹലോ ഗൈസ്, ഞങ്ങൾ നീണ്ടകര ആ പല്ലൊന്ന് കാണിച്ചു കൊടുത്ത്. രാവിലെ കാറ്റും പോലൊക്കെ ഏകാദശി നമ്മളെ കൊണ്ടുമാറ്റിട്ടുണ്ട്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലേ? ഞങ്ങളും കുഴപ്പമില്ല, അൽഹംദുലില്ലാ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഞങ്ങളിന്ന് ഹോസ്പിറ്റലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചെറിയ രീതിയിൽ വീണ്ടും നീര് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്ലഡിൻ്റെ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിക്കണം, അതിനാണ് പോണത്. ആദ്യം ഹോസ്പിറ്റലിൽ പോകും. മീൻ പിടിക്കാൻ പോകും. എന്നിട്ട് പാലത്തിൽ പോകും. ആ പല്ലൊന്ന് കാണിച്ചു കൊടുത്ത്. അടിപൊളി പല്ലൊന്ന് കാണിച്ചു കൊടുത്ത്. അപ്പം മോനിക്ക് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ മോൻ്റെ സ്കൂളിൽ മംസ് 2-3 എണ്ണം റിപ്പോർട്ട് ചെയ്തേക്കുന്നുണ്ട്. 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവധിയാണ്. ഞാനും ഹനായും സ്കൂളിൽ പോയേക്ക് വന്ന് ആശുപത്രിയിൽ പോയി. ഇനി നമ്മൾ അവിടെ പോവാൻ പോവാ. നമ്മൾ ഇനി പോവാ. എവിടെ പോകണം? വീട്ടിൽ പോയി മീൻ പിടിച്ചിട്ട് മീൻ പിടിക്കാൻ നീയാളെന്ത് മീൻ കാരണമാ? മീൻ മാറ്റം നീണ്ടകര പോവല്ലേ മീൻ നോക്കാൻ? മീനാണ്ടെ പോയിട്ട് നീണ്ടകര മീൻ മാറ്റാൻ പോയി. സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞേ? മീൻകാണ്ട. നീങ്ങാണ്ട അല്ല, നീണ്ടകര. മീൻകാണ്ട. നീണ്ടകര എന്ന് പറഞ്ഞേ? നീണ്ടകര. നീണ്ടകര പോട കള്ളത്തര കാണിക്കുന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് റിസൾട്ട് കാണിച്ച് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സൺഡേ ആണ് മോനിക്ക് വീണ്ടും ഇത് ഇങ്ങനെ നിഴലിപ്പ് പോലെ കണ്ടത്. അപ്പോൾ റെക്കറൻ്റായിട്ട് വരുന്നത് കൊണ്ട് അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാണും. അത് സ്കാൻ ചെയ്ത് നോക്കണം, അവിടുന്ന് ടിഷ്യൂ കുത്തിയെടുത്ത് നോക്കണമെന്നൊക്കെ നമ്മളത് കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞ്. അത് കേട്ടപ്പോൾ നമ്മളൊന്ന് പേടിച്ചായിരുന്നു. പിറ്റേന്ന് പിന്നെ പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ചപ്പം ബ്ലഡ് ടെസ്റ്റിന് എഴുതി. ബ്ലഡ് റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം കുഴപ്പമില്ല, അത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മാറത്തില്ല. ആൻറ്റിബയോട്ടിക് നല്ല ഡോസ് ആൻറ്റിബയോട്ടിക്കാണ് ചെന്നേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, 1 മാസം നോക്കാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ, പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. തിരിച്ച് വരുന്ന വഴി ഇക്ക പറഞ്ഞേ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് മീനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നീണ്ടകര ഒന്ന് പോയി നോക്കാം. നീണ്ടകര ഹാർബറിൽ മീനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. പോണ വഴി ഉച്ച സമയമായതുകൊണ്ട് വിശക്കുന്നപ്പം ചോറും കറിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്കന്നൊരു ചായയും എന്തെങ്കിലും കടിയും കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു ചെറിയ കടയിൽ കയറിയിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ നീണ്ടകര എത്തിയിട്ടുണ്ട്. നീണ്ടകര പാസ് എടുക്കണം, 35 രൂപയും കണ്ട കാറിനെന്ന് തോന്നുന്നു. അങ്ങനെ അതെടുത്ത് ഞങ്ങൾ ഉള്ളോട്ട് കയറി നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം. ഹലോ ഗൈസ്, ഞങ്ങൾ നീണ്ടകര ഹാർബറിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞിട്ട് ബോട്ടൊക്കെ ഇഷ്ടംപോലെ പോയി തുടങ്ങി. ഇഷ്ടംപോലെ മീനുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഭയങ്കര വിലയ്ക്കാണ് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മീൻ വില കുറയുന്നുമില്ല. പക്ഷേ നമുക്ക് മീനുണ്ടോ വിലക്കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് പോയി നീണ്ടകര ഹാർബറിലോട്ട് പോയി നമുക്ക് നോക്കാം. ഓക്കെ, ഉമ്മയും അപ്പൂസും വാപ്പിയും കൂടെ അങ്ങനെ മീൻ കാണാനും വാങ്ങിക്കാനും ഒക്കെ വേണ്ടി എത്തിയപ്പോൾ ഏകദേശം 1:30 1 മണിവരെയൊക്കെ നല്ല മീനുണ്ടായിരുന്നു. നല്ല മീനല്ല, ലേലം വിളിയൊക്കെ ഏകദേശം കഴിഞ്ഞ്, എന്നാലും ഉണ്ടായിരുന്നു. നല്ല ചെങ്കലവ അത്യാവശ്യം വലിയ ചെങ്കലവയൊക്കെ ഉണ്ടായിരുന്നു. ചെങ്കലവ എന്ന് പറയുന്നത് കിളിമീൻ, ചോപ്പം കോര എന്നൊക്കെ പറയത്തില്ല, അതുണ്ടായിരുന്നു. പിന്നെ ഊള എന്ന് പറയും നമ്മളിവിടെ, ആ മീനുണ്ടായിരുന്നു. കണവ ഉണ്ടായിരുന്നു, ഞണ്ട്, കൊഞ്ച്, നെമ്മീനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും
ലേലം വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ബോട്ടിൽ നിന്ന് ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ അടുത്തോട്ട് വന്നതാണ് കേട്ടോ. മോനിക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്, അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ മൂത്തവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മീൻ ഇറക്കുന്നതൊക്കെ മോൻ ആദ്യമായിട്ട് കാണുവാണ്. ബോട്ടും ഒക്കെ ആദ്യമായിട്ട് അടുത്ത് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ഭയങ്കര കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും ബോട്ടിൽ നിന്ന് ഇങ്ങനെ മീൻ ഇറക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ വാടി കടപ്പുറത്ത് പോയിട്ടുണ്ട്, അതുപോലെ ഹാർബറിൽ പോയിട്ടുണ്ട്. പക്ഷേ നീണ്ടകര ഹാർബറിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ കൊല്ലത്ത് പോയിട്ട് വരുമ്പം നമ്മൾ ആ ബീച്ച് റോഡ് വഴി വരുമ്പോഴത്തേക്കും കുറച്ച് എളുപ്പം നമുക്ക് വാടി കടപ്പുറത്ത് കയറാനാണ്. അന്നേരം അതുകൊണ്ട് നമ്മൾ വാടി കടപ്പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും മീനുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാറുണ്ട്. വലിയ കൊച്ച കിലോ ഇതാണെങ്കിലോ രണ്ടും കൂടെ 600 പോണായിരുന്നു. മീൻ കുറവായിരുന്നു. വീട്ടിലേക്കാണോ വെട്ടി വെക്കുന്നത്? അല്ല, ഒരിലാണ് ഒരിടല്ല, നാരകല്ലേ വലിയ കൊല്ലി. എത്ര രൂപയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്? അത് 500. മാസ്ക് കൊടുക്കാൻ അത് വേണേൽ തൂക്കി തരാം, അതല്ലേ നല്ലത്. വലിയ ടൈഗർ കൊഞ്ച് വേണോ? ഇത് മൊത്തം വേണോ? എന്തോ 2500 രൂപ നന്നായിട്ട് വന്നു. ഓ ഇല്ല ഇല്ല ഇല്ല, വിഷമമുണ്ടെങ്കിൽ മുഖം കാണിക്കത്തില്ല, മീൻ മാത്രമേ കാണിക്കത്തുള്ളൂ. ഞങ്ങള് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ തൊഴിലല്ലേ മക്കളെ. കാണിക്കല്ലേ മോളെ? ഇല്ലില്ല കാണിക്കത്തില്ല, കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കത്തില്ല. കൊഞ്ച് വേണോ? നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മുഖത്തൊരു ഇത് 2500 രൂപ ഞാൻ കൊടുത്തതാണ്. എനിക്ക് 100 രൂപ ലാഭം തന്നത്. ഒരു കിലോയ്ക്ക് 600 രൂപ വില. 2500 രൂപ എന്നൊക്കെ പറഞ്ഞു. ചരുവ് എത്ര കിലോ ഉണ്ട്? ഒന്ന് നാണയമുണ്ട്. എന്നാലും പോട്ടെ, അമ്മ കൊടുത്ത വിലയായി പറഞ്ഞോളൂ. അമ്മയ്ക്ക് 100 രൂപ അരി മേടിക്കാൻ തരണോന്നാണ് കണ്ടോ. കളിപ്പിക്കലും പിന്നെ പിന്നിരിക്കുന്ന 5 കിലോ ഫോട്ടോ എടുത്തെടുത്ത് തിരിച്ചു തരാം. കവർ തരാം. എനിക്കാണോ വേണേ കവർ കറങ്ങിയിട്ട് വന്നു. ഒന്ന് മാറ്റി ഇറങ്ങിച്ചാൽ അല്ല, അതൊക്കെ കവറിനകത്ത് അത്രയും വേണ്ട, നമുക്ക് അത്രയും വേണ്ട. അതല്ല നമ്മൾ ഈ 3-4 ഷെയർ ചെയ്യും. ആർക്കെങ്കിലും കവർ ചെയ്ത് കെട്ടി വെക്കാം. ദൈവത്തിനാണ് കൊടുത്തതാണ്. ഈ ചോറാണ് സത്യം, കള്ളം പറയത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ കൊച്ചിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര രൂപ ഞങ്ങൾ 20 രൂപ കൊടുത്തിട്ടുണ്ട്. 2500 രൂപ. ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഈ ഇരിക്കുന്ന കൊഞ്ച് മേടിച്ചു കേട്ടാ. അമ്മച്ചി വൈറൽ അമ്മച്ചിയാണ്. നമ്മുടെ ഫിലിം ഡയറക്ടർ ജോഷി ചേട്ടൻ വന്നപ്പോഴത്തേക്കും അമ്മച്ചിയുടെ കയ്യിൽ നിന്നാണ് ഇതുപോലെ കൊഞ്ച് മേടിച്ചത്. ഞാൻ യൂട്യൂബിലൊക്കെ ഉണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഥയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടത്. അപ്പം ആ ചരുവം കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 6.5 കിലോ 6.25 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചരുവത്തിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ മോളെ അതൊരു 1.5 1 400 കാണത്തുള്ളൂ.
5 കിലോ കാണുമെന്ന് പറഞ്ഞ്. എന്തായാലും നമ്മൾ തൂക്കിയപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നെങ്കിലും പിന്നെ വേറെ കൊഞ്ചും കൂടി ഇട്ട് നമുക്ക് 5 കിലോ റൗണ്ട് ചെയ്ത് തന്ന്. 2600 മുതൽ സ്റ്റാർട്ട് ചെയ്ത് വില പറയാനായിട്ട് ഒരു 2000 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടി. ഇക്കടെ ബ്രദറും ഇക്കടെ ഒരു ഫ്രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തെടുത്തത് നമ്മൾ കൊണ്ടുപോയിട്ട്, നമ്മളിതുപോലെ ഇക്കടെ ബ്രദർ പോയാലും നീണ്ടേരെ പോയിട്ട് നമ്മളെ വിളിക്കും. എന്തെങ്കിലും നല്ല മീനൊക്കെ കാണുമ്പം നമ്മളടുത്ത് വിളിച്ച് ചോദിക്കും. അന്നേരം നമ്മൾ ഷെയർ ചെയ്ത് മേടിക്കാറുണ്ട് കേട്ടോ, ലേലം വിളിച്ചെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ലേലം വിളിയൊക്കെ കഴിഞ്ഞ്, അതുകൊണ്ടാണ് നമ്മളിപ്പം ചേച്ചിമാരുടെ നിന്ന് മേടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലേലം വിളിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ അവിടെ നിൽക്കുന്നവർ തന്നെ ഷെയർ ചെയ്തെടുക്കും. ഇതുപോലെ മീൻ മേടിക്കാൻ വരുന്ന വേറെ ടീംസ് കാണും, അവർ ഷെയർ ചെയ്തെടുക്കും. എന്നിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. കേരയൊക്കെ നമ്മൾ മിക്കവാറും അങ്ങനെ മേടിക്കാറുണ്ട്. വാടിയിൽ പോയി കേര അച്ചാറിട്ട് വെക്കും നമ്മൾ. ഇവിടെ വെച്ചേക്കോ, നിങ്ങളിപ്പോൾ പോവോ? ഇല്ലല്ലേ, നാളെ തിരിച്ചു വന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു. ഏകാദശിയാണ്ട് വള്ളങ്ങൾ പോകുന്നില്ല. അപ്പം രാവിലെ കാറ്റുപോലൊക്കെ ഏകാദശി മുടക്കക്കാർ പോകുന്നവരുണ്ട്, അവർക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ കൂട്ടുകാർക്ക് പോകാൻ പറ്റില്ല. മീനെങ്ങനെ വില അമ്മ? എന്താ വിലയാ? ഇതോ ചെമ്മീനോ? ഇല്ല, മോനെന്തോ വരും, മോന്റെ വില കേൾക്കട്ടെ. അടിപൊളി മീനാ, മുറിച്ചൊക്കെ വെച്ചേ. 1600. 1500. നല്ല സൂപ്പർ. ഇപ്പൊ വില വലിയ ഒളിച്ചു വരാം. വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൽ വരും എത്ര? മൊത്തം 800. ഇത്രയും തന്നെ മീറ്റുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട്.
മീനൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. നമ്മൾ 1:30 അവിടെ എത്തിയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് അവിടെ നമ്മൾ മേടിച്ച ഈ കൊഞ്ചു മേടിച്ച അമ്മച്ചിയൊക്കെ പറഞ്ഞത് നമ്മൾ 8 മണിക്ക് മുമ്പ് വരണം, അപ്പം നല്ല മീൻ നല്ല ലേലം വിളിയൊക്കെയാണ്, നല്ല ലാഭത്തിന് മീൻ കിട്ടുന്നത്. ഈ സമയത്ത് പോയിട്ട് തന്നെ എന്തൊരു തിരക്കാണ്. അപ്പം പിള്ളേരൊന്നും ഇല്ലാത്ത സമയത്ത് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. എങ്കിലും നമുക്ക് ഈ ലേലം വിളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ പോയത് മീൻ മേടിക്കാൻ. മക്കൾ കണ്ടപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും മക്കൾക്കും പോകണം, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു ദിവസം ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തി. ചോറുണ്ടിട്ടില്ല. വന്ന ഉടനെ ഞാൻ ചീത്തയായി പോകത്തില്ലേ, മീൻ ചീത്തയായി പോകും, ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐസ് മേടിച്ചിട്ടുകൊണ്ടാണ് വന്നത്. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ളവർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മീൻ വെട്ടാനിരുന്നത്. അപ്പം ചോറുണ്ടിട്ടില്ല. ചോറ് ഈ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് മതിയെന്ന് പറഞ്ഞ് അന്നേരം ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പൂസനാണെങ്കിൽ ഇത് തട്ടിയിട്ടപ്പോൾ മുതൽ മീനിനകത്തൊന്ന് തൊടണം, ഒന്ന് എടുത്തോട്ടെ ഉമ്മി, കൈ കടിക്കുമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒരെണ്ണം എടുത്ത് നിർബന്ധം കാരണം ഒരെണ്ണം എടുത്ത് കയ്യിൽ കൊടുത്ത് അത് നോക്കി ക്യാമറയിൽ എന്തൊക്കെയോ പറയുവാണ് കേട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ കൊഞ്ച് മാറ്റിട്ടുണ്ട്. നമുക്ക് പൊഴിക്കാൻ വേണ്ടിയാണ് അച്ചാറിടാനും അച്ചാറും ഇടാൻ. പിന്നെ നമുക്ക് നേരെ പോവാം. വീഡിയോയിലോട്ട്. അങ്ങനെ കംപ്ലീറ്റ് കൊഞ്ച് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ തലയുണ്ട്. തല നമ്മുടെ കൊല്ലത്തൊന്നും എടുക്കാറില്ല. അതായത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഈ കൊഞ്ചിൻ്റെ തല യൂസ് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നത്. നമ്മളെ വീട്ടിലെങ്ങും കൊഞ്ചിൻ്റെ തല എടുക്കാറില്ല, കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ കൊഞ്ചിൻ്റെ തല വെച്ചിട്ട് പുളിയൊക്കെ വെക്കും. അപ്പം ഇന്ന് ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊഞ്ചിൻ്റെ തലയിട്ട് പുളി വെക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് അഴുക്കെടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മണ്ണൊക്കെ കളയണം. കൊഞ്ചിൻ്റെ ആ തലയ്ക്ക് നല്ലപോലെ മണ്ണ് കാണും, തലയിൽ നല്ല അഴുക്കും കാണും. അപ്പോൾ നമ്മുടെ ആ തല ചെറുതായിട്ട് ഞെക്കിയിട്ട് അതിനകത്ത് അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ തലയിട്ട് പുളി വെക്കാം. ഇവിടെ തലയായിട്ട് ആ പുളി വെക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. പുളി എന്ന് പറയുമ്പോൾ നമ്മൾ മുളകും പുളിയൊക്കെ കറി വെക്കത്തില്ലേ, പുളിയും മുളകും വെക്കത്തില്ലേ, അതുപോലെ തന്നെ കുറച്ചുകൂടെ നേർമ്മിപ്പിച്ച് വെക്കും. ഭയങ്കര സിമ്പിളായിട്ട് വെക്കാം. എന്നിട്ട് ഈ പുളി വെക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കുറച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി ഇപ്പം നമ്മൾ വറുക്കാൻ വേണ്ടി കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് മീൻ നമ്മൾ കഴിക്കത്തില്ല. ഇവിടെ കഴിക്കത്തില്ല. കാരണം അത്രയും നമ്മുടെ വലിയ ഫ്രിഡ്ജൊക്കെയാണ്, ഫ്രീസർ പ്രത്യേകമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടി ഇരിക്കും തോന്നുന്നു. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും മീനിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ പോവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് 2-3 ദിവസത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി അച്ചാറിട്ട് വെക്കും. അപ്പം വലിയ മീനൊക്കെ ഇപ്പം നമ്മൾ കയറിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ തന്നെയും 3 ദിവസത്തേക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി അച്ചാറിട്ടാണ് വെക്കുന്നത്. അച്ചാറിട്ടാകുമ്പോൾ നമുക്ക് കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് 1-2 ആഴ്ചയൊക്കെ എടുക്കാം. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇനിയിപ്പം ചോറും കണവ തോരനും ആണ് ഞാൻ വെച്ചിട്ട് പോയത്. അപ്പോൾ തിരിച്ച് വന്ന് മീനെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആ തലയിട്ട് പുളി വെക്കാമെന്ന്. പുളി വെക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. കുറച്ച് കൊച്ചുള്ളി തൊലി കളഞ്ഞതിന് ശേഷം അത് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ചട്ടിക്കകത്ത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ട് കൊച്ചുള്ളിയും തക്കാളിയും ഇട്ട് വാട്ടിയതിന് ശേഷം അതിനകത്ത് വളരെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3ഉം ഇട്ട് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും അതിനകത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തല ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. വേവിച്ച് കഴിഞ്ഞിട്ട് ആ എണ്ണയൊക്കെ അത് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
എല്ലാവരും കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ തന്നെ ഉണ്ട്. ഹംദ മാത്രം മീനൊക്കെ കണ്ട് നോക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കണേ ഉമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാനായിട്ട് പോയി. സാധാരണ ഞാനിങ്ങനെ ഉച്ച കഴിഞ്ഞ് മീൻ വെട്ടി കറി വെക്കാറില്ല. ഉച്ചയ്ക്ക് മുമ്പേ നമ്മുടെ ജോലിയെല്ലാം ഒതുക്കും, ചോറും കറിയെല്ലാം വെക്കും. പക്ഷേ ഇന്നിപ്പം സ്പെഷ്യലായിട്ട് ഇത് മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമ്മളിത് വെട്ടാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടും ഫ്രഷായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനിത് കറി വെച്ച് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. മുമ്പൊക്കെ ഇങ്ങനെ മേടിക്കുമ്പം ഞാൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇക്കാട് ഉമ്മ ചെയ്ത് കൊടുക്കുമായിരുന്നു. ചെയ്ത് കൊടുക്കാമെന്ന് പറയും. അപ്പം പിന്നെ പ്രായമുള്ളവരെ കൊണ്ട് ചെയ്യിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അന്നേരം ഇപ്പോൾ നമ്മൾ ചൂട ഞാൻ തക്കാളിയും പച്ചമുളകും വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിനകത്തിടും. തേങ്ങ ചതച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മൾ തോരൻ വെക്കത്തില്ലേ അതുപോലെ, തോരനല്ല എന്നാലും പീര വറ്റിക്കുന്നതെന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. അങ്ങനെ വെക്കുവാണ് കേട്ടോ ചൂട. ഇനിയിപ്പം കൊഞ്ചിനകത്ത് അരപ്പ് തേക്കണം, ഫ്രൈ ചെയ്യണം. പിന്നെ നമ്മൾ അച്ചാറിടാനുള്ളത് കുറച്ച് ഉപ്പ് അരപ്പം തേച്ചിരുന്നങ്ങ് ഫ്രിഡ്ജിൽ വെക്കുവാണ്. നാളെ രാവിലെ, ഇന്നിപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് എനിക്ക് അച്ചാറിടാൻ സമയമില്ല. ഞാൻ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് മീൻ വെട്ടാനിരുന്നതാണ്. ഏകദേശം മഗ്‌രിബിന് സമയമായപ്പോഴാണ് അത് വെട്ടിക്കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇത് കറിയൊക്കെ വെച്ച് അത് ഫ്രൈ ചെയ്യാനൊക്കെ ചെയ്തതിന് ശേഷം വേണം എനിക്ക് കുളിച്ച് നമസ്കരിക്കാനായിട്ട് മഗ്‌രിബ്. അപ്പം ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഹന ചെയ്തോളാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മേടിച്ച് സ്ലാബിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ സഹായിക്കാം ഉമ്മയെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അവൻ ഇടയ്ക്ക് കൊഞ്ച് പിച്ചാനൊക്കെ വന്ന് ഞാൻ ഓടിച്ച് ചെയ്ത് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്, എനിക്ക് പഠിക്കണം, ഉമ്മ എന്നെ ഒന്നും ചെയ്യിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ അവളുടെ അടുത്ത് പറയുന്ന കാര്യമൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഒരു തുണി ഒന്ന് നൂത്തിടാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ പെര തൂക്കാൻ പറഞ്ഞാലൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഈ അടുക്കള പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കട്ടിങ്ങൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യാമേ എന്ന് പറഞ്ഞ് വരും. പിന്നെ പാത്രമൊക്കെ കഴുകി തരും. ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് വൃത്തിയാക്കാനൊക്കെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്തിടാനൊക്കെ ഇഷ്ടമാണ്. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലാതെ ഈ ക്ലീനിങ് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അല്ലാതെ നമ്മളിപ്പോൾ വീടൊക്കെ അറേഞ്ച് ചെയ്തിടാൻ പറഞ്ഞാൽ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിടും. ഇപ്പോൾ ഡൈനിങ് ടേബിൾ സെറ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിടും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഹംദാൻ ചായയൊക്കെ ഇട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് തരുമ്പോൾ ഒരു സന്തോഷം. അവന് 12 വയസ്സേ ഉള്ളൂ, എന്നാലും ചായയൊക്കെ ഇട്ടുകൊണ്ട് തരും. ചിലപ്പോൾ എനിക്ക് വയ്യാങ്കിലൊക്കെ വൈകിട്ട് വന്നിട്ട് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൻ ചായ ഇട്ട് എനിക്ക് കൊണ്ട് തരാറുണ്ട്. അന്നേരം ഒരു സന്തോഷം നമുക്ക്. കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളി, പിന്നെ പൊടികൾ ജീരകം, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി. പറഞ്ഞോളാം അമ്മി, എൻ്റെ വീഡിയോ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് പറയുവാണ് കേട്ടോ. എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഇടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അമ്പതാം കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. ഞാൻ മസാലപ്പൊടിയൊന്നും ഇടുന്നില്ല. ഇത്രയും ഇട്ട് കുറച്ചധികം വെളുത്തുള്ളി ഇടണം കേട്ടോ, എന്നാലും നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എല്ലാം കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം വെച്ചേക്കണം, അതിനുശേഷം ഫ്രൈ ചെയ്യുക. പിന്നെ ആ അരപ്പ് തന്നെ കുറച്ച് ഇടാനുള്ള കൊഞ്ചിലോട്ടും ചേർക്കുന്നുണ്ട്.
നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഇക്കയുടെ ഒരു ഫ്രണ്ട് ഹജ്ജിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഈത്തപ്പഴവും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇക്ക അത് കഴുകി ഞങ്ങൾക്കെല്ലാം കൊണ്ട് തന്നു കേട്ടോ. അപ്പം ഞാൻ കൊഞ്ച് ചെറുതായിട്ട് അരിഞ്ഞ് അച്ചാറിനുള്ളത് മസാല തേച്ച് വറുക്കാനുള്ളത് മസാല തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ഞാൻ അതിനകത്തോട്ട് ജസ്റ്റ് ഈർക്കിൽ കുത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊഞ്ച് ഇങ്ങനെ ചുരുളത്തില്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമല്ലോ. അങ്ങനെ ഈർക്കിൽ ഒടിച്ചുകൊണ്ട് വന്ന് അവൾ തന്നെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് അത് നേരെ ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കറക്റ്റായില്ല, എല്ലാം കറക്റ്റായിട്ട് കയറിയിട്ടില്ല. ഈർക്കിലൊന്നും കറക്റ്റായിട്ടല്ല അവൾ വെച്ചേക്കുന്നത്. പിന്നെ അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ മക്കൾ പഠിക്കുന്നത്. നമ്മൾ പാചകത്തിനകത്ത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഒന്ന് എൻഗേജ് ചെയ്യിക്കുന്നത് നല്ലതാണ്. ഉച്ചയ്ക്ക് സ്നാക്സ് മേടിച്ച് മക്കൾക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്കും മക്കൾക്കും സ്നാക്സ് മേടിച്ച് വെച്ച് അവർ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ചായയും സ്നാക്സും കൊടുത്തതിന് ശേഷമാണ് ഞാൻ മീൻ വെട്ടാനൊക്കെ ഇരുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് വലിയ വിശപ്പൊന്നും കാണത്തില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഇത്രയും ജോലി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ അടുക്കള മൊത്തം പാത്രങ്ങളായി. ഇനി അതെല്ലാം ക്ലീൻ ചെയ്ത് ശേഷം വേണം നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. മീൻ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് മീൻ വെട്ടിയതിന് ശേഷം മീനിൻ്റെ ലെവലിന് മുകളിൽ വെള്ളം വെച്ചിട്ട് അത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടും മീൻ. ഇതിപ്പോൾ മസാല തേച്ച മീനായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ വെക്കുന്നത് കേട്ടോ. അവൻ എപ്പോഴുള്ള പരിപാടിയാണ്. എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള ഉണ്ടാക്കുവാണെങ്കിൽ ഓടി കമ്പ്യൂട്ടർ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കും, റെഡിയായോ. എനിക്ക് നോക്കിയൊരു സമാധാനം കിട്ടത്തില്ല കേട്ടാ. അതാണെന്ന് നോക്കുക. ഇവിടെ ഭയങ്കര ചോദ്യങ്ങളാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത് ഇപ്പൊ തീരും. ഐസൊക്കെ കൊഞ്ച് ഇതാക്കി തീരാറായി, കമ്പ് തീരാറായി. അതിന് കൊഞ്ചിന് വേണ്ടി ഇനിയും കമ്പ് എടുക്കേണ്ടി വരും. കറക്റ്റ് 25 കമ്പായിരുന്നു ഞാൻ എണ്ണിയപ്പോൾ. 30 കൊഞ്ചെടുത്തില്ല. അയ്യോ നമ്മുടെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഞ്ചല്ല, ഇപ്പോൾ ഡിന്നറായി. നമ്മൾ കൊഞ്ച് പുളി വെച്ചത്, പിന്നെ ചൂടയിട്ട് പീര പറ്റിച്ചത്, ശേഷം കണവ തോരൻ, പിന്നെ നമ്മുടെ കുത്തരി ചോറ്, ഉച്ചയ്ക്ക് വെച്ചതാണേ ചോറ്, പിന്നെ കൊഞ്ച് ഫ്രൈ ഉണ്ട്. ഇപ്പം കൊഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി അച്ചാറിടണം. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. കൊഞ്ച് ലാസ്റ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് ട്രിപ്പ്. അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവരെന്താ അഭിപ്രായം പറയുന്നതെന്ന് നോക്കാം. കൊഞ്ച് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.